അർക്കാദി ഗെയ്ദാർ എന്ന റഷ്യൻ സാഹിത്യകാരൻ്റെ ചുക്കും ഗക്കും എന്ന പുസ്തകം. പണ്ട് നീലമലയ്ക്കടുത്തുള്ള കാട്ടിൽ ഒരാൾ വളരെ കഠിനാധ്വാനി താമസിച്ചിരുന്നു. എപ്പോഴും ജോലി. അയാൾക്കൊരിക്കലും വീട്ടിൽ പോകാൻ സമയം കിട്ടിയില്ല. പക്ഷേ മഞ്ഞുകാലം വന്നപ്പോൾ അയാൾക്ക് ഭാര്യയെയും മക്കളെയും ഒക്കെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം. അയാൾ ഭാര്യയ്ക്കൊരു കത്തെഴുതി കുട്ടികളെയും കൂട്ടി തന്നെ വന്ന് കാണാൻ. അമ്മയും മക്കളും ദൂരെ ഒരു നഗരത്തിലാണ് താമസം. അത്രത്തോളം സുന്ദരമായൊരു നഗരം ഭൂമിയിലില്ല എന്ന് പറയാം. രാവും പകലും ചുവന്ന നക്ഷത്രങ്ങൾ ആ നഗരത്തിൻ്റെ ഗോപുരങ്ങളിന്മേൽ മിന്നിത്തിളങ്ങി. എന്തായിരുന്നു ആ നഗരത്തിൻ്റെ പേരെന്നറിയോ? മോസ്കോ. ഒരു ദിവസം നമ്മുടെ ചുക്കിൻ്റെയും ഗക്കിൻ്റെയും വീട്ടിലേക്ക് തപാൽ ശിപായി കത്തും കൊണ്ട് വന്നു. അവിടെ ചുക്കും ഗക്കും വാശിയേറിയ മൽപ്പിടുത്തത്തിലായിരുന്നു. എന്തിനാണവർ മൽപ്പിടുത്തം നടത്തിയതെന്ന് ഓർമ്മയില്ല. ചിലപ്പോൾ ചുക്ക് ഗക്കിൻ്റെ തീപ്പെട്ടിക്കൂട് എടുത്തുകൊണ്ട് പോയിരിക്കാം. ചിലപ്പോൾ ഗക്ക് ചുക്കിൻ്റെ കാലിപ്പോളിഷ് ചിഹ്നം കൊണ്ട് കടന്നതായിരിക്കാം. അന്യോന്യം ഇടി കൈമാറി അടുത്തതിനൊരുങ്ങുമ്പോഴാണ് ആരോ മണിയടിച്ചത്. അവർ പേടിച്ച് പരസ്പരം നോക്കി. അമ്മയായിരിക്കും. അവരുടെ അമ്മ മറ്റമ്മമാരെ പോലെ ആയിരുന്നില്ല. മല്ലിടുന്നതിന് അമ്മ അവരെ ശകാരിക്കില്ല, അവരുടെ നേരെ ഒച്ചയെടുക്കില്ല. പക്ഷേ കുറ്റവാളികളെ പോലെ 1 മണിക്കൂർ മുഴുവനും, ചിലപ്പോൾ 2 മണിക്കൂർ പോലും ഒന്നിച്ച് കളിക്കാൻ അനുവദിക്കാതെ വേറെ വേറെ മുറികളിലാക്കും. ടിക് 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 ഇങ്ങനെ പയ്യല്ലേ. 60 മിനിറ്റുകൾ ചേർന്നാലേ 1 മണിക്കൂറാകൂ. 2 മണിക്കൂർ കഴിയാൻ അതിലും സമയം വേണം. അതുകൊണ്ട് അവർ കണ്ണു തുടച്ച് മിടുക്കന്മാരായി കതവ് തുറക്കാൻ ഓടി. പക്ഷേ അമ്മയല്ലല്ലോ വന്നത്, എഴുത്തുകൊണ്ട് വന്നത് തപാൽ ശിപായി ആയിരുന്നു. അച്ഛൻ്റെ കത്താണ്. അവർ ആർത്തു വിളിച്ചു. ഹുറോ ഹുറോ, അച്ഛൻ്റെ കത്ത്, അച്ഛൻ്റെ കത്ത്. അച്ഛൻ ഉടൻ വരുമായിരിക്കും. അവർ സന്തോഷം കൊണ്ട് സോഫയിൽ ചാടി കുത്തിമറിഞ്ഞു. കാരണം മോസ്കോ ലോകത്തിലെ സുന്ദരമായ നഗരമാണെങ്കിലും അച്ഛൻ അടുത്തില്ലാത്തപ്പോൾ ആ നഗരം പോലും ഒരു രസമില്ല. അവരുടെ ഈ സന്തോഷത്തിനിടയ്ക്ക് അമ്മ വന്നു. തൻ്റെ മിടുക്കന്മാരായ 2 മക്കളും മലർന്നു കിടന്ന് കൂവി വിളിച്ചുകൊണ്ട് ഭിത്തിയിൽ കാലിട്ടടിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവരുടെ ചവിട്ടിൻ്റെ ശക്തി കൊണ്ട് സോഫയുടെ മുകളിൽ തൂക്കിയിരുന്ന ചിത്രങ്ങൾ ഇളകി വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സന്തോഷത്തിനുള്ള കാരണം അറിഞ്ഞപ്പോൾ അമ്മ അവരെ ശകാരിച്ചില്ല. പകരം അവർ കുട്ടികളെ സോഫയിൽ നിന്നും താഴെ ഇറക്കി. മുടിയിൽ പറ്റിയിരുന്ന ഹിമശകലങ്ങൾ കുടഞ്ഞു കളയാൻ പോലും മനക്കെട്ടില്ല. ഉരുകിക്കഴിഞ്ഞ ആ മഞ്ഞ് കണികകൾ അമ്മയുടെ ഇരുണ്ട പുരികങ്ങളുടെ മുകളിൽ മുത്തുകൾ പോലെ തിളങ്ങി. അമ്മ കത്ത് വായിക്കുകയാണ്. ചിലപ്പോൾ സന്തോഷമുള്ള കത്തുകളാകും, ചിലപ്പോൾ സങ്കടകരവും. ഇവിടെ അമ്മ കത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുക്കും ഗക്കും അമ്മയുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അമ്മ ആദ്യം നെറ്റി ചുളിച്ചു, അവരും നെറ്റി ചുളിച്ചു. അമ്മ പുഞ്ചിരിച്ചു. അപ്പോൾ എഴുത്ത് സന്തോഷപ്രദമാണ്. അമ്മ കത്ത് മാറ്റിവെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ വരുന്നില്ല. അദ്ദേഹത്തിന് പിടിപ്പത് ജോലിയുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലത്രേ. പാവം ചുക്കും ഗുക്കും പരസ്പരം നോക്കി. അപ്പോൾ ആ കത്ത് അവർക്ക് അങ്ങേയറ്റം സങ്കടകരമായി മാറി. അവർ ചുണ്ടുകൂർമ്പിച്ച് മൂക്ക് ചീറ്റി അമ്മയുടെ നേരെ ദേഷ്യപ്പെട്ടു. അമ്മയാണെങ്കിൽ ചിരിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം വരുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണണമത്രേ. ഇത് കേൾക്കേണ്ട താമസം ചുക്കും ഗക്കും സോഫയിൽ നിന്ന് ചാടി ഇറങ്ങി. അമ്മ നെടുവീർപ്പെട്ടു. എന്തൊരു മനുഷ്യനാ നിങ്ങളുടെ അച്ഛൻ. വന്നു കാണണം, പറയാൻ എളുപ്പമാണ്. ഇത് കേട്ടാൽ തോന്നും പെട്ടെന്ന് അങ്ങ് പോയി വരാമെന്ന്. ചുക്കിടയ്ക്ക് കയറി പറഞ്ഞു, അത് തന്നെ, വരണമെന്ന് അച്ഛൻ പറഞ്ഞാൽ നാം ഉടൻ പുറപ്പെടണം. അമ്മ പറഞ്ഞു, എടാ വിഡ്ഢി, അവിടെ എത്താൻ 1000 പോരാ, പിന്നെയും 1000 കിലോമീറ്റർ കൂടി തീവണ്ടിയിൽ പോകണം. അത് കഴിഞ്ഞ് ഹിമവണ്ടി ഓടിച്ചു പോകണം.
പിന്നെ വഴിയിൽ ചെന്നായോ കരടിയോ മുമ്പിൽ വന്നാൽ നമ്മൾ പെട്ടുപോകും. പക്ഷേ ചുക്കും കെക്കും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ തയ്യാറായില്ല. 1000 1,00,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ ധൈര്യശാലികളല്ലേ. ഇന്നലെയല്ലേ എവിടുന്നോ വന്നു കയറിയ മുഷ്കൻ വെട്ടിയെ ഞങ്ങൾ കല്ലെറിഞ്ഞോടിച്ചത്. അവർ ചിരിച്ചുകൊണ്ട് കൈവീശുകയും നിലത്താഞ്ഞ് ചവിട്ടുകയും തുള്ളിച്ചാടി നടക്കുകയും ചെയ്തു. അവരുടെ സന്തോഷം അത്രത്തോളമായിരുന്നു. അമ്മ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അനങ്ങാതിരുന്നു. അവർക്ക് സന്തോഷം തോന്നി. അവർ പൊട്ടിച്ചിരിച്ച് കുട്ടികളെ വാരിയെടുത്ത് വട്ടത്തിൽ കറക്കി ആ സോഫയിലിട്ടു. കൂട്ടുകാരെ, വാസ്തവത്തിൽ അത്തരമൊരു കത്ത് തന്നെയാണ് ഏറെ നാളായി ആ അമ്മ പ്രതീക്ഷിച്ചിരുന്നത്. തമാശ ഇഷ്ടമായതുകൊണ്ട് അവർ ചുക്കിനെയും ഗക്കിനെയും ഒന്ന് പിരികേറ്റി എന്ന് മാത്രം. നമുക്ക് ചുക്കിൻ്റെയും ഗക്കിൻ്റെയും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തണ്ടേ? അവരോടൊപ്പം നമുക്കും യാത്ര ചെയ്യണ്ടേ? അപ്പോൾ അവരുടെ യാത്രാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.